നമസ്കാരം. റഷ്യ ഇന്ത്യൻ വ്യാപാര ബന്ധത്തിലെ തങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാത്ത ഇന്ത്യയോട് ട്രംപിന്റെ പ്രതികാരവും ഭീഷണി തുടരുകയാണ്. ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഭീഷണി വിലപ്പോകാത്ത സാഹചര്യ താരിഫിൽ ഇന്ത്യക്ക് പണി നൽകാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അമേരിക്ക. എന്നാൽ ട്രംപ് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. എന്തായാലും ട്രംപിന്റെ ഈ നടപടിയെ തികച്ചും അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ 25% അധിക താരിഫ് ചുമത്താനുള്ള US തീരുമാനത്തിനെതിരെയുള്ള നിലപാട് പകൽ പോലെ വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതിനിടെ ഇന്ത്യക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ ആകെ തീരുവ 50% ഉയർത്തി. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വരിക. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കു മേലുള്ള ആകെ തീരുവ 50% മാറും. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം തീരുവ ഇന്ത്യക്കാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന് CNBC ചാനലിന്റെ പരിപാടിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായി US കാര്യമായ വ്യാപാര ബന്ധം നടത്തുന്നില്ലെന്നും ഏറ്റവും തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അതുകൊണ്ടാണ് 25% തീരുവ ചുമത്തിയതെന്നും റഷ്യയിൽ നിന്നും അവർ ഇപ്പോഴും എണ്ണ വാങ്ങുന്നത് കൊണ്ട് തീരുവ കൂട്ടുന്നത് എന്നായിരുന്നു ട്രംപിന്റെ വാദം. യുദ്ധത്തിന് ഇന്ധനം പകരുകയാണ് ഇന്ത്യ എന്നാണ് ട്രംപിന്റെ വിവാദമായ ആരോപണവുമുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിന് തടസ്സമായി നിൽക്കുന്നത് തീരുവ എന്നാണ് ട്രംപിന്റെ കണ്ടെത്തലും. ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ USഉം യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ ഉന്നം വെക്കുന്നത് അനീതിയാണെന്ന് പ്രതികരിച്ചത്. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനിടയിലും അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയം ഹെക്സാഫ്ലൂറൈഡും യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ രാസവസ്തുക്കളും വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര നയങ്ങളെ നിശിതമായി വിമർശിച്ചാണ് പകരം തീരുവ മരവിപ്പിച്ചതിന്റെ കാലാവധി തീരുന്ന ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവയും പിഴയും ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ അമേരിക്കയുടെ അടുത്ത സുഹൃത്ത് രാജ്യമായിട്ടും ഉയർന്ന തീരുവ മൂലം വളരെ കുറച്ച് വ്യാപാരമേ അമേരിക്കയ്ക്ക് നടത്താൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും അതിനാൽ ഇന്ത്യ US വ്യാപാരത്തിൽ തന്റെ രാജ്യത്തിന് $4570 കോടി കമ്മിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് പിഴ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടി മോസ്കോയെ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനുള്ള രാജ്യാന്തര ശ്രമത്തിനെതിരാണെന്നും ട്രംപ് പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ താരിഫ് വിഷയത്തിൽ ഇന്ത്യക്കും US-നും ഇടയിലെ തർക്കം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചന. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച